കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവസഭയിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകിയെന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യഹൂദ രാജ്യത്ത് ഉസിയ എന്ന രാജാവ് ഭരണമേൽക്കുമ്പോൾ തനിക്ക് 16-ാമത്തെ വയസ്സ്. അപ്പോൾ തൻ്റെ അപ്പൻ മരണമടഞ്ഞപ്പോഴാണ് ഉസിയ രാജാവ് ഭരണമേറ്റത്. അപ്പോൾ തൻ്റെ അപ്പനായ അമത്സ്യ എന്ന രാജാവ് ദൈവത്തിനെ ഭയപ്പെടുന്നവനും വാക്കിനനുസരിച്ച് നിൽക്കുന്നവനുമായിരുന്നു. ഈ ഉസിയ രാജാവും അങ്ങനെയായിരുന്നു. താൻ കൊച്ചായിരുന്നിട്ടും ദൈവത്തെ അനുസരിച്ച് നടന്നു. അപ്പോൾ നാം വായിച്ച ദൈവഭാഗത്തിൽ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ആ ഒരു സെഖര്യ പ്രവാചകൻ്റെ ഒരു മരണം വരെയിലും പ്രവാചകൻ പറയുന്നത് കേട്ട് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ തന്നെ അനുസരിച്ച് നടന്നു. അപ്പോൾ അതിനുശേഷം ദൈവം അവനെ അഭിവൃദ്ധി നൽകി എന്ന് പറഞ്ഞാൽ അവൻ യഹോവയെ അനുസരിച്ചിരുന്ന കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി എന്ന് കാണുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഒരു വീഴ്ച വന്നതായിട്ടാണ് ആ ഒരു വചനത്തിൽ നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിൽ ഒരു വീഴ്ച. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ദേവാലയത്തിൽ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ട് നാം മാറിപ്പോകുന്നവരാണോ, അതോ നാം പ്രാപിച്ച നന്മയെ വെച്ചിട്ട് ദൈവസന്നിധിയിൽ നാം ഉറപ്പുള്ളവരായി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നാം നോക്കണം. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർ ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് നടക്കുമ്പോൾ അതേപോലെ തന്നെ നാമും നടന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപദേശിച്ച് തരുവാൻ നല്ലൊരു പാസ്റ്ററോ അല്ലെങ്കിൽ ഉപദേശകരോ ഉള്ളപ്പോൾ നാം അതനുസരിച്ചിട്ട് അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ നാം വീണ്ടും പഴയ അവിശ്വാസത്തിലേക്ക് നാം പോകുന്നുണ്ടോ എന്ന് നമ്മുടെ സ്വഭാവത്തിന് നാം തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുമെന്ന് ഈ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഓരോ ദിവസവും കർത്താവിനെ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കൃപ നൽകണമേ. നിൻ്റെ സന്നിധിയിൽ വിട്ട് നാം മാറുമ്പോൾ നമുക്കൊരിക്കലും ഒരു അഭിവൃദ്ധിയിലേക്ക് വരുവാൻ സാധിക്കത്തില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് മുമ്പോട്ട് ജീവിപ്പാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.